38 വർഷമായി ബത്സൈദ കുളക്കടവിൽ രോഗിയായി കിടന്ന രോഗിയോട് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ആ രോഗി പറയുന്ന മറുപടി, വെള്ളമിളകുമ്പോൾ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ലെന്നാണ്. പ്രിയ സഹോദര, കുളത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ രക്ഷ പ്രാപിക്കൂ എന്നാണ് നീ വിചാരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് കുളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ള വഴി മാത്രം. എന്നാൽ കുളത്തിലിറങ്ങാതെ, ഒരു തുള്ളി വെള്ളം നിന്റെ ശിരസിൽ പറ്റാതെ നിന്നെ രക്ഷിക്കാൻ തമ്പുരാൻ കർത്താവിന് 1000 വഴികളുണ്ട്. കർത്താവ് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക. എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് വിചാരിച്ച് വേദനയോടെയാണോ നീ ഈ ആത്മീയ ശുശ്രൂഷ കേൾക്കുന്നത്? ഇതാ നിനക്കായി ഒരു പുതിയ വാതിൽ കർത്താവ് ഈശോ മിശിഹാ പുനഃസ്ഥാപിച്ചു തരുന്നു. വെളിപാട് 3-ാം അധ്യായം 8-ാം വാക്യം, ഒരു പുതിയ വാതിൽ നിനക്കായി പുനഃസ്ഥാപിച്ചു തരുന്നു. വിശ്വസിക്കുക, ഒരു വാതിൽ കർത്താവ് നിനക്കായി തുറന്നു തരുന്നു. ഒക്ടോബർ 3, 4, 5 ദിനങ്ങളിൽ തൃശ്ശൂർ അതിരൂപത ധ്യാനകേന്ദ്രമായ ആബ ധ്യാനകേന്ദ്രത്തിൽ ഒരുക്കുന്ന ഉപവാസ പ്രാർത്ഥനാ ധ്യാനത്തിൽ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫീസില്ല, എല്ലാവർക്കും ഈശോയെ ആരാധിക്കാൻ കിട്ടുന്ന വലിയ അനുഗ്രഹ നിമിഷമാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ തൃശ്ശൂർ അതിരൂപത ധ്യാനകേന്ദ്രമായ ആബ ധ്യാനകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.